Hi friends, ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ്. നമ്മൾ 41 ഇഞ്ച് ബോഡി മെഷർമെന്റ് ആളുടെ ബോഡിയിൽ നിന്നെടുത്ത അളവാണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഡാൻസിന്റെ വീതി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക എന്നുള്ള ഒരു കണക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ ലൈനിങ് പീസും നമ്മുടെ 2 പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ കണ്ടോ, ഇത് നമ്മുടെ ലൈനിങ് പീസാണ്, ഇത് നമ്മുടെ ബ്ലൗസ് പീസാണ് ഇത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ നേരെ ഇതുപോലെ പകുതിയായി മടക്കി എടുക്കുന്നു. നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതൊരു 1.20 തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ താവിൽ കണ്ടോ, ഇതുപോലെ ആദ്യം ഒരു നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. കാരണം തുണിയുടെ താവിലുള്ള ക്രോസിംഗ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ ബ്ലൗസിന്റെ ലെങ്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. കേട്ടോ, 16 ഇഞ്ചിൽ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ശേഷം ഈ 2 മാർക്കുകളെയും ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ കഴുത്തകലം നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. കേട്ടോ, ഇതുപോലെ 2 സ്ഥലത്തും ഇതുപോലെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. 3.25 ഇഞ്ച്. നമ്മൾ ഷോൾഡർ വെക്കുന്നത് 3 ഇഞ്ചാണ്. ടോട്ടൽ 6.25 ഇഞ്ച്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഷോൾഡർ ടോട്ടൽ നമ്മൾ വെച്ചിരിക്കുന്നത് 6.25 ഇഞ്ചാണ്. 41 ഇഞ്ചാണ് ബോഡി മെഷർമെന്റ്. 41 ഇഞ്ചിൽ നമ്മൾ 6.25 ഷോൾഡർ വെച്ചു. അതേ അളവ് തന്നെ നമ്മൾ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്കിംഗ് ചെയ്യുന്നു. ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 41 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 45 ഇഞ്ച് കിട്ടും. 45ന്റെ 4-1 11.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ബ്ലൗസിന്റെ ഇടുപ്പളവ് നമ്മുടെ താവിലുള്ള അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4-1 9 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി അങ്ങനെ 9.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു മാർക്കോടെ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ റിഗാളിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മളൊരു 1.5 ഇഞ്ചിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. 1.5 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിനെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ, ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കി കൊടുത്തുകൊണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ബാക്ക് കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനു മുന്നേ നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിന്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ടാപ്പ് ഇതുപോലെ പിടിക്കുക. നമ്മുടെ ബാക്ക് കഴുത്തിന്റെ ഇറക്കം 8.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്യണം. കണ്ടോ, നല്ല വൈഡ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ അല്പം പുറത്തേക്ക് കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് ലൈനിൽ നിന്ന് പുറത്തേക്ക് അല്പം വരഞ്ഞുകൊണ്ടാണ് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബാക്ക് പീസിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇവിടെ നിന്നുണ്ടോ ഒരു പോയിന്റ് പുറത്തേക്ക് ഇതുപോലെ വരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കേട്ടോ, ഇതുപോലെ ആ ഒരു മാർക്ക് കൊണ്ട് ഇവിടെ കണ്ടോ ഒരു 1/4 ഇഞ്ച് ഇറക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തും ഇതാണ് നമ്മുടെ അളവ് വരുന്ന മാർക്കിംഗ് വരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു വെക്കുന്നു, ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മുടെ തുണിയെ നേരെ ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു കരവശത്ത് കണ്ടോ, നമ്മുടെ ഷോൾഡർ വശവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ റഗാൾ വശവും കറക്റ്റ് ഇതുപോലെ കരവശത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ നമുക്ക് നല്ല ക്രോസോട് കൂടി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ നേരെ സ്കെയിലിൽ ഇങ്ങനെ വെക്കുക.
നമ്മുടെ ഈ ഒരു 3.25 ഇഞ്ചാണ് നമ്മുടെ കഴുത്തകലം. 4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ വെച്ചത്. അപ്പോൾ ടോട്ടൽ 3.5 ഇഞ്ച്. ഈ ഒരു 3.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ മുകളിൽ കിട്ടേണ്ടത്. ആ ഒരു 4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്കിംഗ് കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ ബ്ലൗസിന്റെ അടിവശത്ത് ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കേട്ടോ. ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക്. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർസ് കണ്ടോ. ഇവിടെ ബാക്കിന്റെ 2 സൈഡ് വശം അടിക്കുന്ന ഡാർസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തത്. ഈ ഒരു ഡാർസിന് നീളം നമ്മൾ വെക്കുന്നത് 4.25 ഇഞ്ചാണ് കേട്ടോ. ഇനി ആ ഒരു ഡാർസിന് നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ മെയിൻ ടെക്കിന് വേണ്ടി കണ്ടോ. ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് 3 ഇഞ്ചാണ് നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 3 ഇഞ്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി 4.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെയും 4.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ 1/2 ഇഞ്ച് ഇറക്കിയിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം നമുക്ക് 6.5 ഇഞ്ചാണ് ഈ ഒരു ബ്ലൗസിന് വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 6.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരയുന്നു കണ്ടോ. ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഈ ഒരു ഫ്രണ്ട് ഭാഗവും നമ്മൾ അല്പം വൈഡ് കൂട്ടി കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ ഇവിടെ കണ്ടോ. ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു 4 ഇഞ്ച് തുന്നത്തുണി വിട്ടിട്ടുണ്ട് കണ്ടോ. ആ ഒരു 4 ഇഞ്ച് നമ്മൾ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിയാണ് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് വിട്ടിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മുടെ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ റഗാൾ ഭാഗവും നമ്മുടെ ബാക്ക് പീസിൽ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതേ അളവിൽ തന്നെ കണ്ടോ അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഇവിടെ സൈഡ് വശം നമ്മൾ ഇവിടെ വരെ കണ്ടോ ആ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ബാക്ക് പീസിനെ എടുത്തു മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ടാപ്പിനെ നേരെ കുത്തനെ പിടിക്കുക കേട്ടോ. ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുക. നമ്മുടെ ഇവിടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഇവിടെ കണ്ടോ നമുക്ക് അല്പം തുണി കുറവായിരിക്കും കണ്ടോ. മുകളിൽ കിട്ടുന്ന അതേ വീതി താവിൽ കിട്ടില്ല. അത് നമ്മുടെ കഴുത്ത് അല്പം വൈഡ് എടുത്ത് കട്ട് ചെയ്തുകൊണ്ടാണ്. അത് നേരെയാക്കാൻ ഇതുപോലെ ഒന്നും ടൈപ്പ് പിടിക്കാൻ പാടില്ല. നേരെ കുത്തനെ തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കം നമുക്ക് 10.5 ഇഞ്ചാണ്. അവിടെ നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ ഇവിടെ ഇതുപോലെ വരയുന്നു കേട്ടോ. ഇതുപോലെ വരിക. ഇനി നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ കണ്ടോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കണ്ടോ. ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ബാൻഡിന്റെ പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ഈ ഒരു പീസ് ബാൻഡ് പീസ് ക്രോസ് ആണ്. അപ്പോൾ നമുക്കത് നേരെയുള്ള ഒരു പീസ് എടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു പീസ് നമ്മുടെ സൈഡ് വശത്താണ് കിട്ടുക. നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു ഭാഗമാണിത്. ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു മാർക്കിൽ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു 4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമ്മുടെ ബ്ലൗസിന്റെ ഇടുപ്പളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4 9 ഇഞ്ച്. ഈ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ 9 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. 1.25 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് അല്പം മുകളിലേക്ക് ഇതുപോലെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ വരഞ്ഞുകൊണ്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പൊ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൻഡ് നമുക്ക് തുണി അല്പം കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പീസ് ജോയിന്റ് ചെയ്താണ് നമ്മൾ ആ സ്റ്റിച്ചിങ് കട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് മാറ്റി കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കട്ട് ചെയ്തെടുത്തതാണത്. നമ്മൾ ഈ ഒരു മെയിൻ ടെക്കിന്റെ 2 ഭാഗത്തേക്ക് നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാർട്സിന് വേണ്ടി എക്സ്ട്രാ കൊടുത്തിരുന്നത്. 2 ഭാഗത്തേക്ക് നമ്മൾ 1.5 ഇഞ്ച് വീതം നമ്മളിത് മാർക്ക് ചെയ്യുന്നു.
ഇനി നമ്മൾ ഈ ഒരു ഡാർസിന്റെ വീതി നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച്, കാരണം നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ മാർക്കിങ്ങിൽ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 3 ഇഞ്ചാണ് ഇവിടെ രണ്ട് വശത്തേക്കും 1.5 ഇഞ്ച് വീതം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കണക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നമുക്ക് 41 ഇഞ്ചാണ്. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ബ്രസ്റ്റ് അളവ് വരുന്നത് കേട്ടോ, ബ്രസ്റ്റ് അളവ് വരുന്നത് 45 ഇഞ്ചാണ് കേട്ടോ. 45 ഇഞ്ചാണ് നമുക്ക് ബ്രസ്റ്റ് അളവ് വരുന്നത്. അതുപോലെ നമുക്ക് ബ്ലൗസിന്റെ ഇടുപ്പളവ് നമുക്ക് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. 36 ഇഞ്ചാണ് വരുന്നത്. നമുക്കിത് ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പോൾ ലൈനിങ് ബ്ലൗസിന്റെ കണക്കാണ് നമ്മൾ കാണിച്ചു വരുന്നത്. നമ്മൾ ഈ ഒരു ബ്രസ്റ്റ് അളവിന് 45ന്റെ 4 ഭാഗം, 45നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 11.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ ഒരു 11.25 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ലൈനിങ് ബ്ലൗസിൽ മാത്രം നമ്മൾ ഒരു 3/4 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. ലൈനിങ് ബ്ലൗസിലാണിത്. സാധാ ബ്ലൗസിന്റെ കണക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. നമുക്ക് 3/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 11.25 ഈ ഒരു 3/4, അതായത് 12 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ഈ ഒരു 12 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു കണക്ക് നമ്മൾ എഴുതി വെക്കുക കണ്ടോ. അതായത് നമ്മുടെ ബ്രസ്റ്റ് അളവിൽ നിന്ന് 4 ഇഞ്ച്, അതിന്റെ 4/1 11.25, അതിന്റെ കൂടെ ലൈനിങ് ബ്ലൗസിന് മാത്രം 3/4 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ 11.25 3/4 12. നമ്മുടെ ഇടുപ്പളവ് 36 ഇഞ്ചാണ്. അതിന്റെ 4/1 9 ഇഞ്ച് കണ്ടോ. ഈ 9 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു 12 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു 9 ഇഞ്ച് കുറക്കുക കണ്ടോ. 9 ഇഞ്ച് കുറക്കുന്നു, നമുക്ക് 3 ഇഞ്ച് കിട്ടും കണ്ടോ. 3 ഇഞ്ച് കിട്ടും. ഈ ഒരു 3 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാർസിന്റെ വീതിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കണക്ക് വരുന്നത്. നമ്മളിനി ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈനിങ് ബ്ലൗസിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മുടെ ഓർഡിനറി സാധാ ബ്ലൗസിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ, തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഇവിടെ നമുക്ക് കണ്ടോ 2 ഭാഗത്തേക്ക് നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കണ്ടോ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സെൻട്രൽ ഡാർസ് എവിടെയാണ് വരുന്നത്? നമുക്ക് 3.25 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഡാർസിന്റെ നീളം വെക്കുന്നത്. 3.25 ഇഞ്ചാണ്. ഇനി നമ്മൾ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കണ്ടോ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല, ആ ഒരു 1.25 ഇഞ്ച് ഇറക്കി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് കഴുത്തിന്റെ ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത് ഇവിടെയാണ് കണ്ടോ. ഇവിടെ നിന്ന് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണിത്. ഇവിടെ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് കണ്ടോ. ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മുടെ തുണിയെ കണ്ടോ ഇതുപോലെ നേരെ കണ്ടോ ഇതുപോലെ വെച്ചാൽ നമുക്ക് സ്ലീവ് ഓരോ സ്ലീവായി കട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് 2 സ്ലീവ് ഇവിടെ കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കണ്ടോ ആ ഒരു തുണിയെ വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുന്നു കണ്ടോ. നേരെ പകുതിയായി മടക്കിയ ശേഷം നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ സൈഡിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈയുടെ താവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു തുന്നത്തുണിയാണ് ആ ഒരു 1/2 ഇഞ്ച്. ഇനി നമ്മുടെ സ്ലീവ് ലെങ്ത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുക കേട്ടോ. ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ റഗാൾ ഭാഗത്ത് വരുന്ന ലൂസ് നമ്മൾ അളവ് മാർക്ക് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 41 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 39 ഇഞ്ച് കിട്ടും. 39ന്റെ 4/1 9.25, അതിന്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി
10 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇവിടെ 9.25 കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 10 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മുടെ കൈയുടെ ഇവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു 3.5 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് 14.5 അപ്പോൾ 7.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നേർപകുതി 1.25 ഇഞ്ച് എക്സ്ട്രാ. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിംഗ് കണ്ടോ, ഇത് നമ്മൾ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ആദ്യം മുകളിൽ നമ്മുടെ 1/2 ഇഞ്ച് തുന്നത്തുണി വേണ്ടി നമ്മൾ അതൊരു മാർക്കിംഗ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഷോൾഡർ പീസ് അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണി, ഇത് നമ്മുടെ ബോഡി ലൂസിന്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ ഇതുപോലെ വെക്കുക. നമ്മുടെ ഈ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കുള്ള തുന്നത്തുണി അത് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ലീവിനെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് കൂടി നമ്മൾ കാലിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടോ. നമ്മുടെ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി മാർക്കിംഗ് കിട്ടുന്നത് കണ്ടോ, ഇവിടെ കറക്റ്റായി കിട്ടുന്നു, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു പീസ് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു. കണ്ടോ, ഇവിടെ നിന്ന് സൈഡിൽ കൂടി ആദ്യം ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ആദ്യം നമ്മുടെ മാർക്കിങ്ങിൽ കൂടിയാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ സെന്റർ വശത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു ഈ ഒരു സെന്ററിൽ നിന്ന് 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്നും 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിന്നൊരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കണ്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ആ ഒരു മാർക്കിംഗ് വരെ മാത്രം. ഇനി നമ്മൾ ഇതുപോലെ സ്ലീവിനെ ഇതുപോലെ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പുതിയൊരു